ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് നവജാത ശിശുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അട്ടപ്പാടിയിൽ മരിച്ച് വീണ വാർത്ത ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയിലെ അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ ദുരവസ്ഥയെപ്പറ്റിയാണ് ഞാനിപ്പോഴും പറയുന്നത്. ആശുപത്രിയിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇല്ലാതായിട്ട് ഒരുപാട് കൊല്ലങ്ങളായി. ചികിത്സയ്ക്കായി ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എത്തുന്ന ആശുപത്രിയിലൂടെയാണ് ഈ കൊടിയ അവഗണന എന്ന് നാം തിരിച്ചറിയണം. അട്ടപ്പാടി എന്ന വലിയ പ്രദേശം തീർത്തും നിർധനരായ ആദിവാസി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഇടം. വലിയ പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ആരോഗ്യ മേഖലയിൽ മാത്രം ഇന്നും വർഷങ്ങൾക്ക് പുറകിലാണ് അട്ടപ്പാടി. ദിനംപ്രതി 200ഓളം ഔട്ട് പേഷ്യൻസും 50ഓളം ഇൻ പേഷ്യൻസും ചികിത്സ തേടുന്ന ആശുപത്രിയാണ് അഗളിയിലേത്. ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് കോട്ടത്തറ ആശുപത്രിയിലേക്ക് വർഷങ്ങൾക്ക് മുൻപേ കൈമാറി. നിലവിൽ അഗളി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ എത്തുന്ന രോഗികളെ ഇവിടെ നിന്നും മാറ്റാൻ കോട്ടത്തറയിലുള്ള ആംബുലൻസ് എത്തണം. കോട്ടത്തറയിലെ ആംബുലൻസുകളെല്ലാം പുറത്തുപോയാൽ രോഗി മരണത്തിന് കീഴടങ്ങേണ്ട ഗതികേട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി ഈ ഭാഗത്തുണ്ടായാൽ എല്ലാവരും ഓടിയെത്തുന്നത് നമ്മുടെ ഈ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ഇത്തരത്തിലുള്ള ഒരു വാഹനങ്ങളും ആംബുലൻസോ ഇല്ലാത്തത് അങ്ങേയറ്റം, കാരണം ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അധികാരികൾ ഇതിന് വേണ്ട യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഇവിടെയുള്ള ആംബുലൻസിനെ കോട്ടത്തറയ്ക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇവിടുന്നുള്ള ഡോക്ടർമാരെ കോട്ടത്തറയ്ക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അടിയന്തരമായി അഗളി CHC ആശുപത്രിയിൽ ആംബുലൻസും ഒരു സഞ്ചരിക്കാൻ ഇവിടെ ആവശ്യമായ ഒരു വാഹനവും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നൽകണമെന്നാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. 3 ഹെൽത്ത് ഇൻസ്പെക്ടർമാരും 1 ഹെൽത്ത് സൂപ്പർവൈസറും ഈ ആശുപത്രിയിലുണ്ട്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാൻ പുറത്തുനിന്നും വാടകയ്ക്ക് വണ്ടി വിളിക്കണം. ഇതിന്റെ തുക ബ്ലോക്ക് പഞ്ചായത്താണ് വഹിക്കുന്നത്. പ്രതിമാസം ശരാശരി 20,000 രൂപയോളം ഇത്തരത്തിൽ മാത്രം ബ്ലോക്ക് പഞ്ചായത്തിന് നൽകേണ്ടി വരുന്നുണ്ട്. അട്ടപ്പാടിയിലെ ഏറ്റവും ആദ്യത്തെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ മോർച്ചറി സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന CHC ഹോസ്പിറ്റലാണ്. എന്നാൽ ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ പ്രവൃത്തിയും നിശ്ചലമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള അവസ്ഥ. ആംബുലൻസ് സൗകര്യങ്ങളില്ല, കൃത്യമായ രീതിയിലുള്ള മോർച്ചറിയുടെ പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ തന്നെ ഇപ്പോൾ മണ്ണാർക്കാട്ടേക്കോ പാലക്കാട്ടേക്കോ ഉള്ള കൊടുത്തുവിടൽ പോലെയുള്ള ഒരു അവഗണനയുടെ ലിസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അട്ടപ്പാടിയിലെ ഉദ്യോഗസ്ഥരും രോഗികളും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉടനെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയത്തെ തുടർന്ന് പുതൂർ ആരോഗ്യ കേന്ദ്രത്തിലെ ആകെയുള്ള ആംബുലൻസും കട്ടപ്പുറത്താകും. ഇതോടെ പ്രതിസന്ധിയും ഇരട്ടിയാകും. കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ഇല്ലാത്തതിനാൽ ഒരാഴ്ചക്കിടെ 2 രോഗികൾ മരിച്ച സംഭവം ആരും മറന്നിട്ടുണ്ടാകില്ല. രോഗികളെ മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ അനാസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ സമീർ സി മുഹമ്മദ് ഒരു വാർത്ത അറിയിക്കുന്നു. വടകര വില്യാപ്പള്ളിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമ ബംഗാൾ സ്വദേശി അമരുൽ മുല്ലയാണ് മരിച്ചത്. 28 വയസ്സ് പ്രായമുണ്ട്. വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടക്കുന്ന അട്ടപ്പാടിയിലെ ഏക ആശുപത്രിയോടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അവഗണന ഉണ്ടാകുന്നത്. പ്രശ്നപരിഹാരത്തിന് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർക്ക് ആവലാതിയുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയിരുന്ന ആശുപത്രിയാണ്. ഇവിടെ വന്നിരുന്ന പല ഡോക്ടേഴ്സും ആളുകളുടെ വീടുകളിൽ പോയി ചികിത്സ ചെയ്തിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും നിലവിലുള്ള ഡോക്ടേഴ്സും താല്പര്യം. മാത്രമല്ല ഈ വണ്ടി സൗകര്യം, നമ്മൾ ഈ ആളുകളെ, ട്രൈബ് ആളുകളെ അതുപോലെ മറ്റാളുകളെ ഒരു ഗുരുതരാവസ്ഥയിൽ അഗളി ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ മറ്റ് ആശുപത്രിയിലേക്ക്, അടുത്തൊരു ആശുപത്രിയിലേക്ക്, നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള യാതൊരു സംവിധാനങ്ങളും, പ്രത്യേകിച്ച് ആംബുലൻസ് സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. അഗളിയെ സംബന്ധിച്ചുള്ള ഏതായാലും 5-5.5 കൊല്ലമായി ഒരു വാഹനം ഇല്ല. അത് മാത്രമല്ല, ആംബുലൻസ് അവരില്ലാത്ത ഹോസ്പിറ്റലാണ്. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. കാരണം ഒരുപാട് ഇല്ല ഏരിയയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ഒരു കാറിൽ നിന്നൊരാൾ അകലെത്തുക, അതിനുശേഷം കോട്ടത്തറ വണ്ടി വിളിച്ചിട്ട് വേണം ഒരു രോഗിനെ കൊണ്ടുപോകും. അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കേസാണ്. ഈ അട്ടപ്പാടിക്കാർക്ക് ഏറ്റവും ദുരിതമായിട്ട് ഉള്ള ഒരു ഇതാണ് ഈ ആംബുലൻസിൻ്റെ പ്രശ്നം.
എല്ലാവരും അറിയുന്നതാണല്ലോ കോട്ടത്തറയുടെ കാര്യങ്ങളെല്ലാം, കോട്ടത്തറ ആംബുലൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം. നമ്മുടെ അഗളിക്ക് എല്ലാവരും കോട്ടത്തറ വിടാതെ അഗളി ആശുപത്രി നല്ല നിലയിലൊന്ന് പ്രവർത്തിക്കുവാൻ ഒരു ആംബുലൻസ് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇവിടെ യാതൊരുവിധ വാഹന സൗകര്യങ്ങളും നമ്മുടെ അഗളി കേന്ദ്രീകരിച്ചില്ല, അഗളി ടൗണിൽ ബേസ് ചെയ്തിട്ടുള്ള ഈ പ്രധാന ആശുപത്രിയിലില്ല. അതുകൊണ്ട് തന്നെ യാത്രാക്ലേശം ഉദ്യോഗസ്ഥന്മാർക്ക് നേരിടുന്നു. യാത്രക്കാർ അസുഖം ബാധിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സീരിയസ് ആയി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് യാത്ര ചെയ്യാനോ ഉള്ള ആംബുലൻസ് സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് പുറത്ത് വളരെ ദുരിതത്തിലാണ് അട്ടപ്പാടിയുള്ള പ്രദേശവാസികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.